ഈ ഒരു വീഡിയോയിൽ ഇന്ന് കേരളത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്നുള്ള രീതിയിൽ അതിൽ പിണറായി വിജയൻ്റെ വീട്ടിൽ വന്ന ED റെയ്ഡിൻ്റെ കാര്യമായാലും ശരി, ഓൺലൈനിലായിട്ട് അമൃത സുരേഷ് തനിക്ക് പറ്റിപ്പോയ ചതിയെപ്പറ്റി പറഞ്ഞതായാലും, അങ്ങനെ മഴയെക്കുറിച്ചായിട്ടായാലും, രേണുസുധിയുടെ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോയെക്കുറിച്ച്, അങ്ങനെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതെല്ലാം ഒരു 10 മിനിറ്റിനകം വരുന്നൊരു വീഡിയോ ആണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ദിവസവും നിങ്ങൾക്കൊരു 10 മിനിറ്റിനുള്ളിൽ ഡെയിലി എന്താണ് ഈ ഒരു കേരളത്തിൽ നടക്കുന്ന മൊത്തത്തിലുള്ള ഓരോ ന്യൂസും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഹൈപ്പും ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഇനി ദിവസവും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. സോ ഒട്ടും മറക്കാതെ ഈ പറഞ്ഞതെല്ലാം ചെയ്യുക. എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു വീഡിയോയിൽ ആദ്യമേ തന്നെ തുടങ്ങുന്ന ഇന്ന് രാവിലെ കേരളത്തിൽ ഭയങ്കരമായിട്ടുള്ള ചർച്ച ചെയ്തൊരു കാര്യമാണ്. രാവിലെ ഉണ്ടെങ്കിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട്ടിൽ ED റെയ്ഡ് എന്നുള്ള ന്യൂസാണ് രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം 6 മണിയൊക്കെ അടുപ്പിച്ചാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നേ എന്നുള്ള രീതിയിലാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാത്രമല്ല, മറ്റ് വീടുകളിലൊക്കെ, അതുപോലെ തന്നെ അദ്ദേഹം തിരുവനന്തപുരത്താണ് ഇപ്പം താമസിക്കുന്നത്, കോഴിക്കോടും ഒക്കെ ഇതേ കണക്ക് ED റെയ്ഡ് നടന്നിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെ മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലും എല്ലാം ഇതേ കണക്ക് റെയ്ഡ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറേയധികം പേര് ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് നേതാക്കൾ, CPM നേതാക്കളൊക്കെയാണ് ആദ്യമേ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് മനഃപൂർവ്വം പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്യുന്നതാണ്, ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ BJP അതുപോലെ തന്നെ കോൺഗ്രസുമാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മെയിനായിട്ട് പറയാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, VD സതീശ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഡൽഹിയിൽ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നിട്ട് പ്രധാനമന്ത്രിയെ കാണുകയും കണ്ടതിന് ശേഷം അവർ ഒരുമിച്ചുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. പുറത്ത് വന്നതിന് ശേഷം കുറേയധികം ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തെ ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇത് CPMന് തകർക്കാൻ വേണ്ടി ഇവർ ഒത്തുചേർന്നുള്ള നാടകമാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ED റെയ്ഡ് നടന്നതോടെ ഇവരെല്ലാവരും പറയുന്നത്, CPM നേതാക്കളെല്ലാവരും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഇവർ ഒത്തുചേർന്നിട്ട് പിണറായി വിജയനെതിരെ ഇപ്പോൾ ഓരോ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ED റെയ്ഡ് നടന്നേക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു റെയ്ഡിൻ്റെ കാര്യം നടന്നതിന് ശേഷം ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനുശേഷം നടന്നിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് CPM നേതാക്കളും അണികളും എല്ലാവരും വീടിന് മുമ്പിലൊക്കെ വന്നിരുന്നിട്ട് ഭയങ്കരമായിട്ടുള്ള സമരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിണറായി വിജയൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായിരുന്നു ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ആൾക്കാർ കൂടിയിട്ടുണ്ടായിരുന്നു. അത് പോലീസിന് തന്നെ ഒരു വിധം മാനേജ് ചെയ്യാൻ പോലും പറ്റാത്ത അത്രയ്ക്ക് രീതിയിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതേ കണക്ക് ED റെയ്ഡ് കഴിഞ്ഞിട്ട് 6-7 മണിക്കൂറോളം നടന്ന ഒരു ED റെയ്ഡാണ്. അത് കഴിഞ്ഞിട്ടെല്ലാം അവർ തിരിച്ച് പോകാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഫുൾ അണികളൊക്കെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഈ വന്ന ED റെയ്ഡൊക്കെ നടത്താൻ വന്ന ഉദ്യോഗസ്ഥരെ കാറിന് നേരെ ഭയങ്കരമായിട്ട് ആക്രമിക്കാനൊക്കെ ചെന്നു. അവർ വന്ന ആ ഒരു കാറിൻ്റെ 3 കാറിൻ്റെയും ചില്ലുകൾ അടിച്ച് പൊട്ടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം കഴിഞ്ഞതോടെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ മൊത്തം ഇന്ത്യയിൽ തന്നെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ന്യൂസ് ചാനൽസ് വരെ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങി. കാരണം ED റെയ്ഡിന് വന്നിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ഇതുപോലെ ഒരു ആക്രമണം വന്നിട്ടുണ്ടായിരുന്നത്. ഇതൊട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ള രീതിയിൽ നാഷണൽ രീതിയിലുള്ള ചാനൽസ് വരെ സംസാരം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പം കേരളത്തിലുള്ള പോലീസിന് തന്നെ ഒരു ഇൻഫർമേഷനൊക്കെ മെയിലിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള, ഇതേ കണക്ക് ആരൊക്കെയാണോ ഇതുപോലെ ചെയ്തിട്ടുള്ള അവരുടെയൊക്കെ മുഖങ്ങൾ കണ്ടിട്ടുണ്ട്, അവരെ എല്ലാവരും അറസ്റ്റ് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് ഉണ്ടെങ്കിൽ CPMൻ്റെ ഒരു ഓഫീസിൽ ചെന്ന് എല്ലാവരും ഓഫീസിൻ്റെ പുറത്തായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും അകത്തുള്ള ആ ഒരു ആക്രമണം നടത്തിയവരെ ഇതാണ് പിടിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതേ സമയത്ത് CPM നേതാക്കൾ പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ ഈ ഒരു ഓഫീസിൽ അങ്ങനെ ആരും തന്നെയില്ല, ഇതെല്ലാവരും ചുമ്മാ ഉണ്ടാക്കി പറയുന്നതാണ്, നിങ്ങൾ പെർമിഷൻ ഇല്ലാതെ ഓഫീസിനകത്ത് കയറി ഞങ്ങളെ പിടിച്ച് മാറ്റിയിട്ട് ഞങ്ങൾ നേതാക്കളെ മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് എന്തും ചെക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്തുണ്ടെങ്കിൽ ബാക്കിയുള്ള മീഡിയാസ് ആൾക്കാരൊക്കെ പറയുന്നൊരു കാര്യം, ഇതേ കണക്ക് ഒളിപ്പിച്ച് വെച്ച് ഇതേ കണക്ക് നിയമത്തിനെ വെല്ലുവിളിക്കുന്ന ഒട്ടും ശരിയല്ല എന്നുള്ള രീതിയിൽ അവരും പറയുന്നുണ്ട്. എന്തായാലും പിണറായി വിജയൻ്റെ ആ ഒരു രാവിലെ നടന്ന ED റെയ്ഡ് തൊട്ട് ഇപ്പോൾ ഈ ഒരു സമയം വരെ ഇതൊക്കെയാണ് നടന്നിട്ടുള്ളത്. ഇനി എന്തൊക്കെ നടക്കുമെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായിരിക്കും. പിന്നെ രണ്ടാമത് സംഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അഭിരാമി സുരേഷിൻ്റെയാണ്. അഭിരാമി സുരേഷ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ
താൻ ഇത്രയും നാളും ഇൻസ്റ്റാഗ്രാമിലും ഒന്നും തന്നെ വീഡിയോസോ ഒന്നും തന്നെ ഇടാത്തതും അതുപോലെ തന്നെ പല ഫംഗ്ഷനും ഒന്നും പോകാതിരുന്നതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം താൻ വഞ്ചിക്കപ്പെട്ടു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് തന്നെ സോഷ്യൽ മീഡിയയിലൊന്നും കാണാഞ്ഞതും. കുറേ അധികം പേര് ഇതേ കണക്ക് തനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ട് ഇതേ കണക്ക് സോഷ്യൽ മീഡിയയിലൊന്നും വരുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള മറുപടി താൻ പറയാം എന്നുള്ള രീതിയിലാണ് ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് തനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധമോ അതിനുശേഷം താൻ കുറേ മാസങ്ങളായിട്ട് ആരെയും കാണാനോ സംസാരിക്കാനോ ഒന്നും ഉള്ള ഒരു മാനസികാവസ്ഥ അല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അഭിരാമി സുരേഷിന് ഒരു കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വലിയ രീതിയിൽ ഒന്ന് കുറച്ചും കൂടി ബിസിനസ് വലുതാക്കണം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതിന് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് പണവും കാര്യങ്ങളൊക്കെ വേണം എന്നൊക്കെ വെച്ചിരിക്കുന്ന സമയത്താണ് താൻ ഇൻസ്റ്റയിലൊക്കെ ഇട്ട ഒരു വീഡിയോന് താഴെ വന്നിട്ട് ഒരാൾ ഇതേ കണക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങളുണ്ടെങ്കിൽ ഇതേ കണക്ക് ഈ ഒരു ബാങ്കും കാര്യങ്ങളൊക്കെയാണ്, ഞങ്ങൾ ഇതേ കണക്ക് പൈസ കൊടുക്കും, ലോൺ ആയിട്ടൊക്കെ കൊടുക്കും, നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴത്തേന് ഇതേ കണക്ക് അഭിരാമി സുരേഷിനും ഇതേ കണക്ക് തൻ്റെ കഫേയൊക്കെ കുറച്ചും കൂടി വലുതാക്കണം എന്നുള്ള രീതിയിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇതേ കണക്ക് ഈ ഒരു വ്യക്തിക്ക് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജ് അയച്ച സമയത്ത് ഇതേ കണക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ ഡീറ്റെയിലും കാര്യങ്ങളും പറയുന്നുണ്ട്. ഇത്ര പൈസ ഞങ്ങൾ ലോണായിട്ട് തരുന്നു, നിങ്ങളുണ്ടെങ്കിൽ ഇത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വിശ്വാസം, ആ ഒരു വ്യക്തി ഭയങ്കരമായിട്ടുള്ള രീതിയിൽ തനിക്ക് വിശ്വാസം തോന്നിയെന്നും ഇതേ കണക്ക് ഓരോ അപ്ലൈയും ചെയ്യുന്ന സമയത്ത് ഓരോ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം തനിക്ക് എപ്പോഴും മെസ്സേജ് അയക്കും, ഇന്ന കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് തനിക്ക് മെസ്സേജ് ദിവസവും കുറേ പ്രാവശ്യം എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് മെസ്സേജ് അയക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തനിക്ക് ഭയങ്കരമായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലോൺ കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് വേറെ പ്രോസസ്സിങ് ഫീസ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ തൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ലക്ഷം രൂപ ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ലോൺ ഉണ്ടെങ്കിൽ കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ താൻ ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു എന്നുള്ള രീതിയിൽ, ആ പൈസയൊക്കെ കൊടുത്തു എന്നുള്ള രീതിയിൽ അഭിരാമി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് തനിക്ക് മനസ്സിലായെന്ന് ഇതേ കണക്ക് തന്നെ പറ്റിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ അഭിരാമി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന് ശേഷം തനിക്ക് പുറത്തിറങ്ങാനും ഒന്നും തന്നെ പറ്റിയില്ല എന്നുള്ളൊരു കാര്യം കൂടി അഭിരാമി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിരാമി ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് നിങ്ങൾക്ക് ആർക്കും പറ്റിക്കപ്പെടാതെ ശ്രമിക്കണം, അതിന് ശ്രദ്ധിക്കണം, അതിന് വേണ്ടി കൂടിയാണ് ഈ ഒരു വീഡിയോ താൻ ഇടുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയാണ് അഭിരാമി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതിന് ശേഷം മെയിനായിട്ട് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് രേണുസുധിയെക്കുറിച്ചാണ്. രേണുസുധിയുടെ എപ്പോഴൊക്കെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ പോലും എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ന്യൂസ് രേണുസുധിയെക്കുറിച്ച് പറയുന്നതാണ്. എന്തായാലും രേണുസുധിയുടെ ഈ ഒരു ടോപ്പിക്കിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രേണുസുധി ഇട്ട വീഡിയോയിൽ ഒരാളൊന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കിച്ചു, അതായത് സുധിയുടെ മൂത്ത മോനുണ്ടെങ്കിൽ ഈ ഒരു രേണുവിൻ്റെയൊക്കെ കുട്ടിയായിട്ടുള്ള ഋതപ്പനെ ഏൽപ്പിച്ചുകൂടെ, നീ നോക്കുന്നതൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പേര് നെഗറ്റീവായിട്ട് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് റിപ്ലൈ ആയിട്ടാണ് രേണുസുധി ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. നീ നിൻ്റെ അമ്മയുടെ കൂടെയാണോ താമസിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. നീ നിൻ്റെ അമ്മയുടെ കൂടെ അല്ലേ താമസിക്കുന്നത്, അതുപോലെ തന്നെ എൻ്റെ കുട്ടി എൻ്റെ കൂടെയാണ് താമസിക്കേണ്ടത്, അത് ഞാൻ നോക്കിക്കോളാം, വേറെ ആരും ഇതിൽ വലിയ കമൻ്റൊന്നും അടിക്കണ്ട എന്നുള്ള രീതിയിൽ രേണുസുധി ഒരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മറുപടി കൊടുത്തതിന് ശേഷം കുറേയധികം പേര് രേണുസുധിക്ക് സപ്പോർട്ടായിട്ടും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കണം എന്നുള്ള രീതിയിൽ രേണുവിന് സപ്പോർട്ടായിട്ടും ആൾക്കാർ കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ജിഷിനും അമ്മയുടെയും കാര്യമാണ്. ജിഷിനും അമ്മയെ ഇപ്പോൾ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് കുറേയധികം പേര് ഇവർക്കെതിരെ നെഗറ്റീവായിട്ടൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. രണ്ടുപേരുടെയും രണ്ടാം വിവാഹം അല്ലേ, ഇനി എത്ര നാൾ പോവും എന്നൊക്കെ അറിയാം എന്നുള്ള രീതിയിൽ കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെ ഇവർ കുറേ നാൾ ലിവിങ് ടുഗദർ ആയിരുന്നു. അതിന് ശേഷമാണ് ഇപ്പം കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചത്. അതിന് ശേഷം കല്യാണം കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം നെഗറ്റീവ് കമൻസൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവരൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്ന ഒരു കാര്യം, ഈ ഒരു നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇവർക്കൊന്നും വേറെ പണിയില്ലേ എന്നുള്ള കാര്യം, ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണോ സന്തോഷം അതിന് മാത്രമേ ഞങ്ങൾ നോക്കുന്നുള്ളൂ, ഇവർ എന്ത് പറഞ്ഞാലും ഞങ്ങൾ സന്തോഷമായിട്ട് മുമ്പോട്ട് ജീവിക്കും എന്നുള്ള രീതിയിലാണ് ജിഷിനും അതുപോലെ തന്നെ അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്ത ഒരു ന്യൂസ് എന്ന് പറയുന്നത് മഴയെക്കുറിച്ചാണ്. എന്തായാലും ഇനി വരും ദിവസങ്ങളെല്ലാം മഴ ഭയങ്കരമായിട്ട് കനക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി മഴയത്തൊന്നും വെളിയിൽ നടക്കുക അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും, അത് ഇടിയും മിന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം ശ്രദ്ധിക്കുക. വരും ദിവസങ്ങളിൽ നല്ല രീതിക്കുള്ള മഴ ഉണ്ടാകുന്നതാണ് എന്നതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്.